ശബരിമലയിലെ കൊടിമര പുനഃപ്രതിഷ്ഠയിൽ UDF ഭരണസമിതിക്ക് കുരുക്കായി വിജിലൻസ് അന്വേഷണം. ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് വിജിലൻസിന് ത്വരിതാന്വേഷണം നടത്താൻ നിർദ്ദേശം നൽകി. ദേവസ്വം വിജിലൻസിന്റെ ഇടക്കാല റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നിർദ്ദേശം. പ്രത്യേകം അന്വേഷണം നടത്തണമെന്ന് SITക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. TV പ്രസാദ് ചേരുന്നു. പ്രസാദ്, കോടതിയുടെ നിർദ്ദേശങ്ങൾ, അതിൽ ഇടക്കാലമായി ഉണ്ടായിട്ടുള്ള ഉത്തരവ് എല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ച് കൊടിമര പുനഃപ്രതിഷ്ഠയിൽ UDF ഭരണസമിതിയിലേക്കാണ് അന്വേഷണം നീളുന്നത്. വിജിലൻസ് അന്വേഷണം കുരുക്കായി മാറുകയല്ലേ? പ്രത്യേകിച്ച് അജയ് തറയിലുമായി ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങളൊക്കെ ഇനി ചോദ്യം ചെയ്യലിലേക്ക് അടക്കം കടക്കുന്ന സാഹചര്യം ഉണ്ടാകുമല്ലോ അല്ലേ? നിലവിൽ എന്താണ് കോടതി പറഞ്ഞിട്ടുള്ളത്? കോടതിയുടെ നിർദ്ദേശങ്ങൾ എന്തൊക്കെ മുന്നിൽ കണ്ടാണ്? റോഷ്നി, നമുക്കറിയാവുന്നതുപോലെ ശബരിമലയിൽ നിലവിൽ പ്രത്യേക അന്വേഷണ സംഘം FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കുന്നത് 2 സ്വർണ്ണ മോഷണങ്ങളാണ്. അതിലൊന്ന് ദ്വാരപാലകരിലെ പാളികളിൽ പൊതിഞ്ഞ സ്വർണം മോഷ്ടിച്ചത്, രണ്ടാമത്തേത് കട്ടിളപ്പടിയിലെ പാളിയിലെ സ്വർണം മോഷ്ടിച്ചത്. അങ്ങനെ 2 FIRകൾ രജിസ്റ്റർ ചെയ്ത് കേസ് മുന്നോട്ട് പോകുന്നതിനിടയിലാണ് ശബരിമലയിൽ നടന്ന വിവിധങ്ങളായ തട്ടിപ്പുകൾ അല്ലെങ്കിൽ വിവിധങ്ങളായ ദുരൂഹതകൾ നിറഞ്ഞ വിവിധ സംഭവങ്ങളെല്ലാം ഒന്നിനു പിറകെ ഒന്നായി പുറത്തേക്ക് വരുന്നത്. അതിൽ പ്രധാനപ്പെട്ടതൊന്നായിരുന്നു കൊടിമരം. നമുക്കറിയാവുന്നതുപോലെ 2017 അത് മാറ്റി പുനഃസ്ഥാപിച്ചത്. മാറ്റി പുനഃസ്ഥാപിക്കാനുള്ള കാരണമായി നേരത്തെ ദേവപ്രശ്നത്തിൽ പറഞ്ഞിരുന്നത് അതിൻ്റെ അടിഭാഗത്ത് ഉറുമ്പും ചെതലും അരിച്ച് മോശമായി എന്നുള്ളതായിരുന്നു. പക്ഷേ അതിൻ്റെ അടിഭാഗം കരിങ്കല്ലും കോൺക്രീറ്റും കൊണ്ടൊക്കെ നിർമ്മിച്ചതായതുകൊണ്ട് അങ്ങനെ ഉണ്ടാകാൻ വഴിയില്ല എന്ന് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. അങ്ങനെ തന്നെയാണ് സംഭവിച്ചതും. അതിൻ്റെ അടിഭാഗത്ത് കാര്യമായ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ എന്നിട്ടും കൊടിമരം മാറ്റുകയായിരുന്നു. ആ കൊടിമരം മാറ്റുമ്പോൾ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് പുരാതന വാല്യൂ ഒരുപാടുള്ള പതിറ്റാണ്ടുകൾ പഴക്കമുള്ള അതിൻ്റെ മുകളിലുണ്ടായിരുന്ന വാജിവാഹനം, അതേ വാജിവാഹനം വയ്ക്കാതെ പഴയ വാജിവാഹനം അത് തന്ത്രി കണ്ഠര രാജീവർക്ക് കൈമാറി. മാത്രവുമല്ല, കൊടിമരത്തിന്റെ ഏറ്റവും താഴെ ഉണ്ടായിരുന്ന അഷ്ടദിക്പാലകർ അതും പുതുക്കി പണിതു. കൊടിമരത്തിന്റെ പറകൾ മുഴുവൻ എടുത്ത് അതിൽ സ്വർണം പൊതിഞ്ഞു. ഇതിനൊന്നും ഒരു കയ്യും കണക്കും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അന്ന് ഇതിനെല്ലാം നേതൃത്വം വഹിച്ചത് അഭിഭാഷക കമ്മീഷണറായിരുന്ന അഡ്വക്കേറ്റ് ASP കുറുപ്പായിരുന്നു. ഈ കാലഘട്ടത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ള അപ്പാടെ നടന്നത് LDF സർക്കാരിന്റെ കാലത്താണ് എങ്കിൽ 2017 കൊടിമരം പൊളിക്കലും പുനഃസ്ഥാപിക്കലും എല്ലാം നടന്നത് UDF സർക്കാർ നിയോഗിച്ച ഭരണസമിതി ഉള്ളപ്പോഴാണ്. അന്ന് പ്രയാർ ഗോപാലകൃഷ്ണനാണ് ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ്, കോൺഗ്രസ് നേതാവാണ്. അതോടൊപ്പം തന്നെ ദേവസ്വം ബോർഡിന്റെ അംഗങ്ങളിൽ ഒരാൾ കോൺഗ്രസ് നേതാവായ അജയ് തറയിലാണ്. രണ്ടാമത്തെയാൾ പക്ഷേ CPIM ആലപ്പുഴ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായ K രാഘവനാണ്. അങ്ങനെ UDF നിയോഗിച്ച ഭരണസമിതിയുടെ കാലത്തുള്ള ശബരിമലയിലെ ഈ കൊടിമര നിർമ്മാണത്തിലെ ക്രമക്കേടും അല്ലെങ്കിൽ അതിലുള്ള ദുരൂഹതയും അത് പുറത്തു കൊണ്ടുവരുന്നതിന് വേണ്ടി വിജിലൻസിന്റെ നേതൃത്വത്തിൽ ത്വരിതാന്വേഷണം നടത്തണം എന്ന നിർദ്ദേശമാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. അതേസമയം തന്നെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ സമാന്തരമായ അന്വേഷണം മുന്നോട്ട് പോകുന്നുണ്ട്. ദേവസ്വം വിജിലൻസ് നേരത്തെ ഒരു ഇടക്കാല റിപ്പോർട്ട് കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന വിജിലൻസ് ഇത് സംബന്ധിച്ചുള്ള പരിശോധന നടത്തുന്നത്. നമുക്കറിയാവുന്നതുപോലെ ശബരിമല സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അന്വേഷണം മുന്നോട്ട് പോകുന്നതിന് അവർക്ക് സമയം ഒരു വലിയ തടസ്സമായി നിൽക്കുന്നത് നമുക്കറിയാം. കുറ്റപത്രം ഇതുവരെയും കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞില്ല. ഈ സാഹചര്യത്തിലാണ് കൊടിമരത്തിലെ അന്വേഷണം വിജിലൻസിനെ ഏൽപ്പിക്കുന്നത്. ഇനി വിജിലൻസിന്റെ ത്വരിതാന്വേഷണത്തിൽ ക്രമക്കേടുകൾ കണ്ടെത്തിയാൽ സ്വാഭാവികമായി കേസ് രജിസ്റ്റർ ചെയ്തുള്ള അന്വേഷണത്തിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം കൊടിമരവും നീങ്ങും. അങ്ങനെയെങ്കിൽ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ LDFനൊപ്പം UDFും പ്രതിസ്ഥാനത്തേക്ക് വരുന്ന സ്ഥിതി ഉണ്ടാകും. റോഷ്നി, എന്തായാലും SITക്ക് വളരെ പ്രധാനപ്പെട്ട തരത്തിൽ തന്നെ ഈ കൊടിമരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അന്വേഷിക്കേണ്ടി വരും. 2017 UDF ഭരണസമിതിയുടെ കാലത്താണ് പഴയ കൊടിമരം മാറ്റി പുതിയ കൊടിമരം സ്ഥാപിക്കാനുള്ള പ്രവർത്തികൾ തുടങ്ങിയത്. SIT ഇതിന്റെ അന്വേഷണ പരിധിയിൽ ഇത് വരികയും ചെയ്തിരുന്നു. പക്ഷേ കൂടുതൽ ആഴത്തിൽ പരിശോധിക്കേണ്ട ഒരു സാഹചര്യമാണ്. വേണമെങ്കിൽ കേസെടുത്ത് തന്നെ പരിശോധിക്കാമെന്ന് കോടതി പറഞ്ഞിരിക്കുകയാണ്. മാത്രമല്ല, തന്ത്രിയുടെ വീട്ടിൽ നിന്നും പഴയ കൊടിമരത്തിലുണ്ടായിരുന്ന വാജിവാഹനം കസ്റ്റഡിയിലെടുത്ത് കോടതിയിൽ നൽകിയതോടെയാണ് അന്വേഷണം വീണ്ടും കൊടിമരത്തിലേക്ക് നീങ്ങുന്നത്. TV പ്രസാദാണ് കോടതിയിൽ നിന്നുള്ള നിർദ്ദേശങ്ങളുടെ പൂർണ്ണ വിശദാംശങ്ങൾ നൽകിയത്.